ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പ്ലഷർ വണ്ടി ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചായിരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ എൻജിൻ വർക്കായിട്ട് നമ്മൾ അയച്ചായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്യാം ഷാഫ്റ്റ്, റോക്ക് റാം അടക്കം ക്രാങ്ക് ഷാഫ്റ്റ്, ക്യാം ഷാഫ്റ്റ്, റോക്ക് റാം, പിസ്റ്റൺ ഇതെല്ലാം ഡാമേജ് ആയ വണ്ടിയാണ്. അപ്പോൾ പരമാവധി ചിലവ് ചുരുക്കി ചെയ്യാന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. അതും പ്രകാരം നമ്മൾ കുറച്ച് വർക്കുകൾ ലെയ്ത്ത് വർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് ലെയ്ത്തിൽ കൊടുത്താണ് റെഡിയാക്കിയാണ്. അതായത് ഈ ക്രാങ്ക് എന്ന് പറയുന്ന ഈ യൂണിറ്റ് പഴയത് തന്നെയാണ്. അതിൻ്റെ ഈ സൈഡിൽ വരുന്ന 2 ബെയറിങ്ങുകൾ, കണക്റ്റിംഗ് റോഡ്, ഈ വന്ന കണക്ടർ റോഡ്, അതിൻ്റെ നീഡിൽ ബെയറിംഗ് ഒക്കെ പുതിയത് ഇട്ടിട്ട് പഴയത് തന്നെ റെഡിയാക്കിയിട്ടാണ് എടുത്തത്. പിന്നെ അതേപോലെ തന്നെ സിലിണ്ടർ എന്ന് പറയുന്ന യൂണിറ്റ്, ഈ വന്ന സിലിണ്ടർ, ഈ വന്ന പീസ് പഴയതാണ്. പിസ്റ്റണാണ് പുതിയതിട്ടിട്ട് ബോർ ചെയ്ത് റീസെറ്റ് ആക്കിയാണ്. പിന്നെ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും 2 വാൽവ് പുതിയതാണ്, ഗൈഡ് മാറ്റി സീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റ് ഐറ്റംസൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ക്യാം ഷാഫ്റ്റ്, റോക്ക് റാമൊക്കെ നമുക്ക് പുതിയത് തന്നെ ഇടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് തേമാനം വന്നു പോയേക്കാണ്, മാറ്റാതെ മാർഗമില്ല. ഇതാണ് അതിൻ്റെ ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ്. 965 രൂപ നമുക്ക് അതിന് റേറ്റ് വരും. ഏകദേശം 1000 രൂപ എടുത്തിട്ടുണ്ട്. റോക്ക് റാം ആ 2 ഐറ്റംസ് പോയിട്ടുണ്ടാവും, 2 മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സർവീസ് വർക്ക് സെറ്റ് ചെയ്യണേക്കാളും മുമ്പ്, അതായത് എൻജിൻ വർക്ക് സെറ്റ് ചെയ്യണേക്കാളും മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. നിലവിൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന വർക്ക് 1 വർഷത്തെ വാറണ്ടിയിലാണ് ചെയ്യണേ. 1 വർഷത്തെ അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ, അതാണ് അതിൻ്റെ വാറണ്ടി കാലാവധി പറയണത്. ഇപ്പോൾ ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ 1 വർഷം നോക്കി നിൽക്കരുത്. 12,000 കിലോമീറ്ററിനകത്ത് നമ്മൾ പറയുന്ന സർവീസുകൾ കൃത്യമായിട്ട് ചെയ്ത് വാറണ്ടി കവർ ആയി പോകുന്നതാണ്. ഇനി ഓട്ടം കുറവുള്ള വണ്ടികളുണ്ട്. ചില വണ്ടികൾ ഇപ്പോൾ 1 വർഷം കൊണ്ടൊന്നും 12,000 കിലോമീറ്റർ പോലും ഓടാത്ത വണ്ടികളുണ്ടാവും. അങ്ങനെയുള്ള വണ്ടികളാണെങ്കിൽ തന്നെ 1 വർഷമാണ് അതിൻ്റെ വാറണ്ടി കാലാവധി. 1 വർഷം കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവും. പക്ഷേ അതോടുകൂടി വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരുമെന്ന് അതിനർത്ഥമൊന്നുമില്ല. നിലവിൽ നമ്മൾ ആഫ്റ്റർ സർവീസ്, ഇപ്പോൾ എൻജിൻ കംപ്ലയിൻ്റ് ആയി നമ്മൾ വർക്ക് ചെയ്തു, അതിന് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ലൈഫ് ഉപയോഗിക്കാനായിട്ട് കിട്ടും. പിന്നെ നമ്മളിപ്പോൾ പറയുന്ന ഈ വാറണ്ടി എന്ന് പറയുമ്പോൾ ലെയ്ത്ത് വാറണ്ടിയാണ്. 2 രീതിയിലാണ് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യണേ. ഒന്ന് ലെയ്ത്ത് വാറണ്ടി, ഇതിപ്പോൾ നമ്മൾ ലെയ്ത്ത് വർക്ക് ചെയ്തേക്കണതുകൊണ്ട് ലെയ്ത്താണ് വാറണ്ടി തന്നെ. മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. പറയാൻ കാരണം ഇത് അവർ ചെയ്തേക്കണ ഈ വർക്കുകളുടെ ബില്ലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. നമ്മളുടെ കയ്യിൽ ഒരു ഡിജിറ്റൽ കോപ്പി ഉണ്ടാവും, എന്നാൽ പോലും നിങ്ങളത് കൃത്യമായിട്ട് സൂക്ഷിക്കുക. 1 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന കറക്റ്റ് സർവീസ് പീരീഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ സർവീസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലയിൻ്റ് എന്തെങ്കിലും വന്നാൽ നമുക്ക് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അത് അവർ റെഡിയാക്കി തരും. പക്ഷേ നമുക്കതിനകത്ത് ഗ്യാസ്കറ്റുകൾ തുടങ്ങിയ ഓയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി വാറണ്ടിയിൽ വരില്ല. അതിപ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും വാറണ്ടിയിൽ വരില്ല. അതൊക്കെ ഡാമേജ് വന്നാൽ നമ്മൾ തന്നെ പേ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ലെയ്ത്ത് വാറണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വർഷം എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്കത് അഴിച്ച് റെഡിയാക്കേണ്ടി വന്നാൽ ലേബർ ചാർജ് അടക്കം നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. കാരണം അഴിച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലേബർ ചാർജായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തന്നെ അഴിച്ച് റിപ്പയർ ചെയ്യാനായിട്ട് വരുന്ന ലേബർ കോസ്റ്റൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ ചെയ്യുന്ന ലെയ്ത്ത് വർക്ക് ചെയ്യുന്ന വർക്കുകൾക്ക് മാത്രമാണ് വാറണ്ടി കിട്ടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റേപാടുള്ള വാറണ്ടി എന്ന് പറയുമ്പോൾ പ്രോ വാറണ്ടിയാണ്, അത് ഷോപ്പ് വാറണ്ടി ആയിട്ട് വരും. ഷോപ്പ് വാറണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഐറ്റം ഈ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഈ അസംബ്ലി ആയിട്ടാണ് നമ്മൾ മാറ്റി പുതിയത് വയ്ക്കുക. പിസ്റ്റൺ എന്ന് പറയുമ്പോൾ പിസ്റ്റൺ സിലിണ്ടർ ഇതേപോലെ പുതിയ ആയിട്ടാണ് നമുക്ക് മാറ്റി വരാം. വാൽവ് സെയിം തന്നെ, വാൽവ് ഇതും മാറ്റിയിട്ട് ഹെഡ് പഴയ തന്നെയായിരിക്കും. വാൽവ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കി എടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വർക്കുകൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ പോലും ഓൾറെഡി നമുക്ക് പാർട്സ് മാറ്റി കിട്ടും. ലേബർ ചാർജ് അടക്കം അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കും. ആ ലേബർ ചാർജ് അടക്കം അതിനകത്ത് ഉണ്ടാവില്ല. പക്ഷേ അതിനകത്തും നമുക്ക് ഈ ഗ്യാസ്കറ്റുകളോ ഓയിൽ സീലുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വന്നാൽ അത് അപ്പോഴും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അത് സ്വാഭാവികമായിട്ടും പുതിയ വണ്ടി എടുത്താൽ പോലും അങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നിലവിൽ നമുക്ക് ലെയ്ത്ത് വർക്ക് ചെയ്തതുകൊണ്ട് ലെയ്ത്ത് വാറണ്ടിയാണ് വരാം. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് സേവ് ചെയ്ത് വയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ പറയുന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് ഇതൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യണേക്കാളും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. പിന്നെ നമുക്ക് ആഫ്റ്റർ സർവീസായിട്ട് ചെയ്യേണ്ട വർക്കുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞുതരാം. അത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റിലത്തെ ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽട്ടർ ക്ലീനിങ് ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1000 കിലോമീറ്റർ, 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററാണ് അതിൻ്റെ കാലാവധി പറയാം. ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ 1 മാസം നോക്കിയിരിക്കരുത്, 1000 കിലോമീറ്ററിൽ ചെയ്യണം. ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ പോലും 1000 കിലോമീറ്ററിൽ നമ്മൾ ഓയിൽ മാറ്റി ഫിൽട്ടർ ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഓരോ 4 മാസം കൂടുമ്പോൾ നമ്മൾ ജനറലായിട്ട് സർവീസ്, വണ്ടിയുടെ എഞ്ചിൻ ഹെൽത്തിൻ്റെ കണ്ടീഷൻ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ജനറൽ സർവീസായിട്ടാണ് ചെയ്യണേ. അപ്പോൾ അതിനകത്ത് വേറെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് ഓൾറെഡി നിങ്ങൾ പൈസ മുടക്കി തന്നെ ചെയ്യേണ്ട കേസാണ്. അങ്ങനെ ഒരു 3 സർവീസ് 1 വർഷത്തിനുള്ളിൽ വരും. 4 മാസം കൂടുമ്പോൾ ഓരോ സർവീസുകൾ വരുന്നുണ്ട് 1 വർഷത്തിനുള്ളിൽ കേട്ടോ.
അപ്പോൾ അതും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു വാറണ്ടി സംബന്ധമായിട്ട് ക്ലെയിം വന്നാൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതറിഞ്ഞിരിക്കുക. അതിനകത്ത് വേറെ മെത്തേഡൊന്നുമില്ല. കൃത്യമായിട്ട് നമ്മൾ വണ്ടിയുടെ കണ്ടീഷൻ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയും കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പരിപാലിക്കുകയും ചെയ്തിട്ടും നിങ്ങളുടെ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ക്ലെയിം നമ്മൾ പറയണത് കേട്ടോ, വാറണ്ടി പറയണത്. കറക്റ്റായിട്ട് നമ്മൾ സൂക്ഷിക്കാതെ ഓയിൽ മാറ്റേണ്ട സമയത്ത് ഓയിൽ മാറ്റാതെ കൊണ്ട് ഓടി കഴിഞ്ഞാൽ വണ്ടി കംപ്ലയിൻറ്റ് വരും. അത് നോർമൽ വന്ന കേസാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസൊന്നും വന്നാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയണത് നമ്മുടെ ഹിസ്റ്ററി കറക്റ്റായിരിക്കണം. സർവീസ് ഹിസ്റ്ററി കറക്റ്റാണെങ്കിൽ മാത്രമാണ് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതും അറിഞ്ഞിരിക്കുക. കൃത്യമായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അതിന് ഇവിടുന്ന് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഡീറ്റെയിൽസും എല്ലാം നമ്മൾ തന്നെ ബില്ലിൻ്റെ ബാക്കിൽ കറക്റ്റായിട്ട് എഴുതി തരും. അതിന് ഇവിടെ നമ്മൾ ഫോളോ അപ്പും ഉണ്ടാവും. എന്നാൽ പോലും അത് കൃത്യമായിട്ട് നോക്കി ചെയ്യേണ്ട ഉത്തരവാദിത്തം ഓൾറെഡി കസ്റ്റമറുടെയാണ് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പരമാവധി നാളെ വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 13-ാം തീയതി വൈകിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ള ധാരണയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാൻ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണേക്കാളും അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന വർക്കുകളെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. കംപ്ലീറ്റ് ആവണതിൻ്റെ അനുസരിച്ച് കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.